ജില്ലാ അണ്ടർ 13 ചെസ് ചാമ്പ്യന്മാരായി ആരോണും ഇഷലും. കേരള സ്റ്റേറ്റ് ചെസ് ടെക്നിക്കൽ കമ്മിറ്റിയും പാലക്കാട് ജില്ലാ ഓർഗനൈസിംഗ് കമ്മിറ്റിയും പത്തിരിപ്പാല ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ സഹകരണത്തോടെയാണ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചത്. ജില്ലാ സെലക്ഷൻ ടൂർണമെന്റിൽ ഓപ്പൺ വിഭാഗത്തിൽ ആരോൺ വാഴക്കോട്ടിൽ 1ാം സ്ഥാനവും ബി സനോജിത്ത് 2ാം സ്ഥാനവും കരസ്ഥമാക്കി. പെൺകുട്ടികളുടെ വിഭാഗത്തിൽ YM ഇഷൽ ചാമ്പ്യനായി. CM മിസ്ന ഷെറിൻ 2ാം സ്ഥാനം നേടി. പത്തിരിപ്പാല ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നടന്ന ടൂർണമെന്റിൽ ഓപ്പൺ ഗേൾസ് വിഭാഗങ്ങളിലായി 84 കളിക്കാർ പങ്കെടുത്തു. ചീഫ് ആർബിറ്റർ ഓഷിൻ അനിൽകുമാർ മത്സരങ്ങൾ നിയന്ത്രിച്ചു. ഇരു വിഭാഗങ്ങളിലും 1ഉം 2ഉം സ്ഥാനം നേടിയവർ സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ ജില്ലയെ പ്രതിനിധീകരിക്കും. മത്സരങ്ങൾ പത്തിരിപ്പാല ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ PB അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. സ്റ്റേറ്റ് ചെസ് ടെക്നിക്കൽ കമ്മിറ്റി അംഗങ്ങളായ പ്രൊഫസർ NR അനിൽകുമാർ, KS പ്രീത, ജില്ലാ ചെസ് ഓർഗനൈസിംഗ് കമ്മിറ്റി കൺവീനർ S ബിജുറാം, അംഗങ്ങളായ സന്തോഷ്, C രതീഷ്, YR രാജീവ്, P രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. അത് ഓപ്പൺ കാറ്റഗറിയുമുണ്ട്, ഗേൾസ് കാറ്റഗറിയുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ടൂർണമെൻ്റാണ്. കാരണം കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ നേരിട്ട് നടത്തുന്ന ഒഫീഷ്യൽ ടൂർണമെൻറ്റാണ്. ഇതിൽ വിൻ ചെയ്യുന്ന കുട്ടികൾ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിലേക്ക് സെലക്ട് ചെയ്യപ്പെടുന്ന മാത്രമല്ല, ഈ ജയിക്കുന്ന കുട്ടികൾക്ക് അവരിപ്പോൾ +2 അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷന് പ്രവേശനത്തിൻ്റെ സമയത്ത് അവർക്ക് ഈ കിട്ടുന്ന സർട്ടിഫിക്കറ്റുകൾ അവരുടെ അഡ്മിഷൻ ഉറപ്പിക്കാനായിട്ട് സഹായിക്കും. അത് കഴിഞ്ഞ് 2 കുട്ടികൾ ഓപ്പൺ കാറ്റഗറിയിൽ, 2 കുട്ടികൾ ഗേൾസ് കാറ്റഗറിയിൽ അവർ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത് അത് വിൻ ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഗ്രേസ് മാർക്ക്, പ്രൊഫഷണൽ കോഴ്സിലുള്ള അഡ്മിഷൻ, സ്പോർട്സ് റിക്രൂട്ട്മെൻറ്റിനുള്ള കൺസിഡറേഷൻ, ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ കിട്ടും. പിന്നെ ഇതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ടൊരു കാര്യം, ചെസ് എന്ന് പറയുന്ന ഒരു ഇൻ്റലക്ച്വലായിട്ടുള്ളൊരു ഗെയിം, അതിൽ അവർ ഇങ്ങനെ മുന്നോട്ട് വരികയാണ്. ഇന്ത്യ തന്നെ ലോകത്തിൽ ചെസ്സിന് ഏറ്റവും മുൻപന്തിയിൽ വരുമ്പോൾ നമ്മൾ കേരളവും അതിനൊപ്പം നീങ്ങാനായിട്ട് ഇത്തരം ടൂർണമെൻറ്റുകൾ സഹായകമാവും. UTV ന്യൂസ്, പാലക്കാട്.